അപ്പോൾ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വില്ലേജിനെ ട്രേഡ് ചെയ്യാനായിട്ടൊരു റൂം പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളുടെ വീടിൻ്റെ ഇത്തിരി ദൂരെ, നമ്മളുടെ വീടിൻ്റെ റൂം പോലെയല്ല ഉണ്ടാക്കുന്നത്, വേറെ ഇത്തിരി ദൂരെയാണ്. ആദ്യം തന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ക്രീപ്പറിനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ ഗൈസ്, ഇനി എനിക്കിത് ശരിയാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജ് ഇന്നാളൊരു ദിവസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വില്ലേജിലേക്കാണ് ഞാൻ പോവാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ കൃഷിയൊക്കെ അവിടെ നന്നായിട്ട് വളരുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വേഗം പോവാണ്, ചാടിത്തുള്ളി. ഞാൻ വില്ലേജറിനെ കൊണ്ടുവരാനായിട്ട് ബോട്ടും പിന്നെ മറ്റേ കയറില്ലേ, ആ കയറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എടുത്തിട്ടാണ് ഞാൻ വില്ലേജിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യണില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഓക്കെ, നമ്മൾ ഇപ്പോൾ വില്ലേജിലേക്ക് പോവാണ്. ഐസ്ലാൻഡിൻ്റെ അവിടെയാണ് ഗൈസ് വില്ലേജ്. ഇന്നാളൊരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഐസുള്ള ലാൻഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് വില്ലേജ് ഗൈസ്. ഇവിടെ എവിടെയോ ആയിട്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. മുയലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, റാബിറ്റ്. ഓക്കെ ഗൈസ്, അതാണ് വില്ലേജ്. ഐസിത്തെ വില്ലേജ് ഗൈസ്, ഐസ്ലാൻഡിത്തെ ഒരു വില്ലേജാണിത്. ഓക്കെ, നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ കുറേ വില്ലേജസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നല്ല ഭംഗിയുള്ള വില്ലേജാണ്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് അവരുടെ. ഇവിടെ നിറയെ ഐസൊക്കെ മൂടിക്കൊടുക്കാട്ടോ. നല്ല കൃഷിയൊക്കെ അവർ നടത്തുന്നുണ്ട്. ഇത് പൊട്ടാറ്റോടെയാണ്. ഇവനെന്തിച്ചാ ട്രേഡ് ചെയ്യണമെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, പൊട്ടാറ്റോയ്ക്ക് എമറാൾഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വീട്ടിൽ എന്തിച്ചുള്ള ഇത് മറ്റേ സാധനം ക്രീപ്പറിൻ്റെ എന്തിച്ചോ ഇട്ടിട്ടുണ്ടല്ലോ, ക്രീപ്പറിൻ്റെ ഡ്രസ്സാണ്, അങ്ങനെ എന്തിച്ചോ ഇട്ടിട്ടുണ്ട് ആ വില്ലേജർ. ഇപ്പം നമ്മൾ വില്ലേജറിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഇതിനെ ഈ കയറുകൊണ്ട് ഇങ്ങനെ വലിക്കണം. വാ നമുക്ക് ചാടിയാവാൻ വരും. ഓക്കെ, നമുക്ക് അങ്ങനെ ചാടണം. പിന്നെ ഗൈസ്, നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്. ഷോർട്സിന് കുറേ വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെയാണ് ഗൈസ് വില്ലേജറെ കൊണ്ടുവരാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. കുറേ പേർക്ക് അറിയാമായിരിക്കും, എന്നാലും കുറേ പേര് ബോട്ടിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് പറ്റണില്ലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചാടി അവരും വരും ഗൈസ്. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് കൊണ്ടുവരിക. ചിലരുടെ മൈൻകാട്ടൊക്കെ വെച്ചിട്ട് കൊണ്ടുവരും. ഞങ്ങളുടെ അത്രയ്ക്ക് അയണില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ ട്രേഡിങ് ഹാളൊന്നുമല്ല, ഒരു 2 വില്ലേജർ അത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് വലിയ ഇത് സെറ്റപ്പ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ പൂട്ടിയിടാം. അപ്പോൾ ഗൈസ്, ഇനി ഈ വില്ലേജറിനെ കൊണ്ടുവരണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ 2 വില്ലേജറിനെ കൊണ്ടുവരണുള്ളൂ ഗൈസ്. ഇനി വില്ലേജറിനെ കൊണ്ടുവരണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നത്തെ കണ്ടൻറ്റൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം അതൊക്കെ, ഇനി വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ എന്ത് ചെയ്യണം മൈൻക്രാഫ്റ്റിൽ, അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ബ്ലോക്ക് ഇടണം ഗൈസ്. എന്നിട്ട് ഞാൻ ഇവിടെ മാറ്റുന്നുണ്ട്. ഈ മഡിന് പകരം മറ്റേ പ്ലാങ്ക് ആക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലോക്ക് വയ്ക്കുക, അപ്പോൾ ഇവൻ ചാടി പോവില്ല. എന്നിട്ട് വേണം നമുക്ക് മഡ് പൊട്ടിക്കാൻ ഗൈസ്. ഞാൻ ഇത്തിരിയും കൂടി മഡല്ല ഗൈസ്, ബോട്ട് പൊട്ടിക്കാൻ ഞാൻ ഇത്തിരിയും കൂടി മഡ് എടുത്തോണ്ട് വരട്ടെ. ഓക്കെ, എന്നിട്ട് വേണം ഇവനെ ബ്ലോക്ക് ചെയ്തിടാൻ. ഒരു മഡ് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇവിടെ വയ്ക്കണം ഗൈസ്. മഡ് മുകളിൽ വയ്ക്കണോ താഴത്ത് വയ്ക്കണം ഗൈസ്?
ഞാൻ പുറത്ത് പോയിട്ട് ഇത്തിരി കൂടി മഡ് എടുക്കണം. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പ്ലാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്താണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന വില്ലേജർ. ഇത് നമ്മളുടെ വേറെ വില്ലേജറാണ്. ഓക്കെ, അപ്പുറത്ത് ഇപ്പുറത്ത് 2 വില്ലേജറുണ്ട്. ഇനി ഞാനെങ്ങനെ മുകളിൽ കയറും? ഇത് പൊട്ടിച്ച് വരുമെന്ന് തോന്നുന്നു. പൊട്ടിച്ചാലോ? ആ കൈ കൊണ്ട് പൊട്ടിക്കാം. വെക്കി കയറി. ഇനി ഇവനെ അങ്ങോട്ട് തന്നെ തിരിച്ച് കയറ്റണം. അതാണ് പണി. അതെങ്ങനെ ചെയ്യും ഗൈസ്? അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുക? അവൻ അവിടെ കിടന്ന് നടക്കാമല്ലോ. അവനെ തല്ലാൻ നോക്കിയാൽ അവൻ ഡെഡാവും. അപ്പം നമ്മൾ തള്ളിയിട്ടാൽ ചിലപ്പോൾ അവൻ വീണില്ലെങ്കിലോ? എന്തിച്ചിപ്പോൾ ചെയ്യുക? ഇവിടെ നമുക്കിനി ഓക്കെ ഗൈസ്, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇവനെ എങ്ങനെയൊക്കെയോ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഴിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി ബോട്ട് എടുക്കാൻ ഞാൻ താഴത്തോട്ട് പോയി ഇവൻ പിന്നെയും കയറി വരാം. നമുക്ക് മോളിക്ക് ഇങ്ങനെ മഡ് വെച്ച് പോവാം. അപ്പോൾ ഇവൻ കയറുമെന്ന് തോന്നുന്നു ഗൈസ്. വേഗം വേണം ചെയ്യാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി വില്ലേജറിനെ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ.